നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ മീനമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. നൃത്തം, ഫൈൻ ആർട്സ്, അഭിനയം എന്നീ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു മാസമാണിത്. പുതിയ അവസരങ്ങൾ അവർക്ക് വന്നു ചേരാം. അരങ്ങേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അരങ്ങേറ്റം നടത്തുകയും ചെയ്യാം. അതുപോലെ അലങ്കാര പണികൾ ചെയ്യുന്നവർക്ക്, ഏത് രീതിയിലുള്ള അലങ്കാര പണികളായിരുന്നാലും അത് ചെയ്യുന്നവർക്ക് വളരെയധികം അവസരങ്ങളും അതുമൂലം സാമ്പത്തിക ഗുണങ്ങളും പ്രതീക്ഷിക്കാം. ബാങ്കർ ആയിട്ട് സ്വന്തമായി ധനകാര്യ സ്ഥാപനം നടത്തുന്നവർക്ക് ഈ മാസം വളരെ ഗുണപ്പെട്ടൊരു സമയമാണ്. അതുപോലെ മറ്റു ഫൈനാൻസ് നടത്തുന്നവർക്കും, വണ്ടിയുടെ ഫൈനാൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നടത്തുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. വ്യവസായം, കൃഷി എന്നിവ ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കും അതുപോലെ അതിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ചെയ്യുന്നവർക്ക് അവർക്കും ഈ മാസം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്കും അത് വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ ലാഭം പ്രതീക്ഷിക്കാം. ഹോട്ടൽ പുതുതായി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ, അതായത് രോഹിണി നക്ഷത്രക്കാർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർ ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഫാഷൻ ഡിസൈനർ വർക്കുകൾ ചെയ്യുന്നവർക്ക് നല്ല ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നവർക്കും ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. മോഡലിംഗ് രംഗത്തുള്ളവർക്ക് ഏറെ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുമൂലം ധാരാളം സാമ്പത്തിക ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അവസരങ്ങൾ ധാരാളം ലഭ്യമാകാം. സംഗീത സംവിധായകന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുമൂലം സാമ്പത്തിക ഗുണവും പ്രശസ്തിയും ലഭിക്കാം. ചില ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വരാനും അതുവഴി നിങ്ങൾക്ക് ഗുണകരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക് ധാരാളം ലാഭം ഈ മാസം ആ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ സുഗന്ധ വ്യഞ്ജനം വ്യാപാരികൾക്കും അത് കയറ്റുമതി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണങ്ങൾ ലഭിക്കാം. ശുഭകരമായ പല കർമ്മങ്ങൾക്കും പ്രയോജനകരമായ അനുഭവങ്ങളുണ്ടാകാം, നേട്ടങ്ങളുണ്ടാകാം. ശ്രദ്ധിച്ചാൽ വളരെ അധികം ധനലാഭം പ്രതീക്ഷിക്കാം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആണുങ്ങൾക്ക് വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കേണ്ട സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള ഗുണഫലങ്ങളെ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ചില ഘടകങ്ങളെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടകശനി 29/3/2025 അവർക്ക് തീരുകയാണ്. പിന്നെ അവർക്ക് ഗുണകരമായ സമയമാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്നും ഭയം ഉളവാക്കുന്ന രീതിയിൽ നോട്ടീസ്, അതായത് സമൻസോ അങ്ങനെയുള്ളവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഏതെങ്കിലും രീതിയിൽ ഇൻകം ടാക്സ് കുടിശ്ശികയോ സെയിൽ ടാക്സ്, GST പോലുള്ള കുടിശ്ശികകളുള്ളവർക്കും അതുപോലെ തന്നെ തൊഴിൽക്കരം, വീട്ടുകരം, വസ്തുകരം ഉള്ളവർക്കും ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയവർക്കൊക്കെ ഒരു റിക്കവറി നോട്ടീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കൾ നിമിത്തവും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനചലനം, അതായത് അവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം, ഡിമോഷനും ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്, അതായത് തരം താഴ്ത്തലുണ്ടാവാം. മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഹൃദയത്തിന് അസുഖമുള്ളവർ ഒന്ന് ജാഗ്രതയായിരിക്കുക. അസുഖം ചില സമയം വർദ്ധിക്കേണ്ട ഒരു സാധ്യത കാണുന്നു. വിദ്യാർത്ഥികളിൽ ചില രോഹിണി നക്ഷത്രക്കാർക്ക് അവർക്ക് വിദ്യാഭ്യാസം ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടേണ്ട സാധ്യത വരാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ധനനാശം ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്നേക്കാം. ശത്രുക്കൾ തലപൊക്കി തുടങ്ങാം, സൂക്ഷിക്കുക. ശ്രീ ധന്വന്തരി ദേവന് പൂജ നടത്തുക. ധന്വന്തരി ദേവന് പാനകം സമർപ്പിക്കുന്നത് ഗുണകരമാണ്. ശ്രീ ഭദ്രകാളി ദേവിയെ ശരണം പ്രാപിച്ചാലും മതിയാകും. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജാതകപരമായിട്ടുള്ളതോ ജ്യോതിഷപരമായിട്ടുള്ളതോ വാസ്തുപരമായിട്ടുള്ളതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.